Good morning, all. Okay, എല്ലാവരും കേറുന്നുണ്ടെന്ന് തോന്നുന്നു. Good morning. പേരുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ നിങ്ങൾ നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയിരുന്നോ? നമ്മൾ എംപ്ലോയീസ് റിലേഷനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. എംപ്ലോയീസ് റിലേഷൻ എന്താണ്, അല്ലെ, പല വ്യക്തികളുടെയും അപ്രോച്ചുകൾ, അതിന്റെ ആറ്റിറ്റ്യൂഡുകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നടത്തിയത് എവിടം വരെയാണ്? അപ്രോച്ചുകൾ തീർന്നില്ലേ? സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് തുടങ്ങിയല്ലേ നമ്മൾ എടുക്കേണ്ടത്? അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് വെക്കാൻ നിൽക്കരുത്. ഓക്കെ, സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ്. അപ്പൊ നമ്മൾ കണ്ടു അല്ലെ, ഒരു ബന്ധം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അത് നല്ല സ്മൂത്ത്ലി അല്ലെ, നന്നായിട്ട് തന്നെ അത് റൺ ചെയ്ത് പോകണമെങ്കിൽ, ആ ബിസിനസ് നന്നായിട്ട് തന്നെ ഫ്ലോ ആയിട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് വേണം. നമ്മളെ റിലേഷൻഷിപ്പ് എന്ന ഗണത്തില് എന്താണ്, അവിടെ എംപ്ലോയി എന്നുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല കൺസിഡർ ചെയ്തത് അല്ലെ, അവിടെ യൂണിയൻ നേതാക്കളും ഗവൺമെന്റും പലതരത്തിലുള്ള അല്ലെ, മാർക്കറ്റ് ഫീൽഡും എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെയും കൂടി നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിൽ ഉൾപ്പെടുത്തി. അങ്ങനെ വരുമ്പോഴാണ് ആ ഇൻഡസ്ട്രിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് അല്ലെ, അവിടെ മാർക്കറ്റില് കമ്പോളത്തിലൊക്കെ പിടിച്ചു നിന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ തൃപ്തിപ്പെടുത്തിയില്ല എങ്കിൽ അതിൻ്റെതായ ഭവിഷ്യത്തുകൾ അവര് നേരിടേണ്ടി വരും അല്ലേ. നമ്മളതല്ലേ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെയല്ലേ? ഓക്കെ, അപ്പൊ അത്രയും അത് തന്നെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ടും ഇവിടെ എടുത്തു പറയുന്നത്. നമുക്കറിയാം, ഇത്തരത്തില് നല്ലൊരു ബന്ധം അവിടെ കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഫസ്റ്റ് നമുക്ക് നോക്കാം, മിനിമൈസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമുക്കറിയാം അവിടെ കോൺഫ്ലിക്ട്സുകൾ അല്ലെ, തർക്കങ്ങൾ വരാനായിട്ട്, അത് കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും. മിനിമൈസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്. Industrial relations are prone to industrial disputes which occur as a result of various differences. For example, failure of fulfill basic human desires or lacking sufficient motivation to gain satisfaction. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, തർക്കങ്ങൾ ഒരു പരിധി വരെ കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കൊണ്ടാണ് അല്ലെ. അപ്പൊ എന്തെങ്കിലും തർക്കങ്ങൾ ഇൻ കേസ് നമുക്കറിയാം വ്യവസായത്തിൽ പല തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് ഏതൊക്കെ തരത്തിലുള്ള തർക്കങ്ങൾക്കാണ് പ്രാധാന്യം വരുന്നത്? ചിലപ്പോ ഹ്യൂമൻ ഡിസയേഴ്സ് അല്ലെ, അവിടെ എംപ്ലോയീസിന്റെ എന്താണ് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ. ഏതൊരു എംപ്ലോയി ആണെങ്കിലും അവര് തൊഴിലെടുക്കാൻ വരുന്നത് നിശ്ചിത ലക്ഷ്യത്തോടു കൂടിയായിരിക്കും. ആണോ? എന്തെങ്കിലും എയിം ഇല്ലാതെ ഏതെങ്കിലും എംപ്ലോയി എവിടെയെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് പോകുമോ?
ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എയിം ആയിരിക്കും, അല്ലെ? മെന്റലി ഓക്കെ ഇല്ല, അല്ലെ? എല്ലാവരും തന്നെ എന്തെങ്കിലും എയിമോട് കൂടിയിട്ടായിരിക്കും ഏതൊരു പ്രൊഫഷനിലും ജോലിക്ക് വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് മെന്റലി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, എക്കണോമിക്കലി സപ്പോർട്ട് വേണം, അല്ലെ? അതേമാതിരി സമൂഹത്തിൽ ഒരു നിലനിൽപ്പ് ഉണ്ടാവണം. അങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടായിരിക്കും ഏതൊരു ഹ്യൂമൻ ബീയിങ്ങും ജോലിക്കായിട്ട് ശ്രമിക്കുന്നത്. ലാക്കിംഗ് സഫിഷ്യന്റ് മോട്ടിവേഷൻ ടു ഗെയിൻ സാറ്റിസ്ഫാക്ഷൻ. ഇങ്ങനെ തൃപ്തികരമായിട്ടുള്ള അന്തരീക്ഷം ആ ഒരു ഇൻഡസ്ട്രിക്ക് പ്രൊവൈഡ് ചെയ്യാൻ അതിനുള്ള ഒരു മോട്ടിവേഷൻ ഇല്ല എങ്കിലും തീർച്ചയായിട്ടും കോൺഫ്ലിക്റ്റുകൾ വരാം, തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെയാണോ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ഏതോ ഒരു പേഴ്സണും ജോലിക്കായിട്ട് ശ്രമിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്. അതേമാതിരി തന്നെ അവരെ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള പ്രേരക ഘടകങ്ങൾ വ്യവസായത്തിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അവിടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സം ഫോംസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്റ്റർബൻസസ് ഓൾസോ ഒബ്സ്ട്രക്ട് ഇൻഡസ്ട്രിയൽ യൂണിറ്റി. എക്സാമ്പിൾ സ്ട്രൈക്സ്, ലോക്കൌട്ട്സ്, ഗോസ്ലോ ടാക്ടീസ്, ഗ്രീവനസസ് ആൻഡ് ഹീറോയിസ് എക്സെട്ര. അപ്പൊ നമുക്കറിയാം എന്താണ്, ഇങ്ങനെ ഒരു ഇതുകൾ വരുമ്പോഴേ, അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചിലരൊക്കെ എന്താണ് പല രീതിയിൽ ഫോം ചെയ്യും, അല്ലെ? എന്താണ് സ്ട്രൈക്കിന്റെ രൂപേണ, അല്ലെങ്കിൽ ലോക്കൗട്ട്, അല്ലെ, എന്തെങ്കിലുമൊക്കെ പരാതി പരിഹാരങ്ങൾ, അല്ലെ, അല്ലെങ്കിൽ ചില നേതാക്കന്മാരൊക്കെ മുന്നിട്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങും, അല്ലെ? ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇടയിലേക്ക് എന്താണ് ചില യൂണിയനുകൾ, അല്ലെ, ചില രീതിയിലൊക്കെ എന്താണ് എന്തെങ്കിലും സ്ട്രൈക്കുകളുടെ രൂപേണയ്ക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Then all these issues can be handled through good industrial relations. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുന്നിട്ട് വരുമ്പോൾ അവിടെ അത്, അല്ലെ, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്ത് മസ്റ്റായിട്ട് ആവശ്യമാണ്? നല്ലൊരു ബെറ്റർ എന്താവശ്യമാണ്? നല്ലൊരു ഇത്തരത്തിലുള്ള എന്ത് കാര്യങ്ങളും മുന്നിട്ട് വരുമ്പോൾ അതെല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗുഡ് എന്ത് റിലേഷൻഷിപ്പ് ആവശ്യമാണ്? ഇൻഡസ്ട്രിയൽ, ഓക്കെ, ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ആവശ്യമാണ്, അല്ലെ? അപ്പോ ഇൻഡസ്ട്രിയൽ എംപ്ലോയീസ് നല്ലൊരു റിലേഷൻഷിപ്പ്, ഇൻ കേസ് ആ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിന്റെ ഡിസയേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എംപ്ലോയേഴ്സിനൊക്കെ സാധിക്കും. അത് മാത്രമല്ല, ഇവരെന്തെങ്കിലും കാര്യങ്ങൾക്ക്, അല്ലെ, തർക്ക പരിഹാരങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത്, അല്ലെ, ഒതുക്കി തീർത്തിട്ട് പരിഹാരങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ എന്താണ് മിനിമൈസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് മിനിമൈസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ണോ ഡിസ്പ്യൂട്ട് വരാനായിട്ടുള്ള സാധ്യതകളുണ്ടോ? ഉണ്ടാവില്ലേ? തർക്കങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായി വരാനായിട്ട്, അല്ലെ, ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഓരോരോ ആഗ്രഹങ്ങൾ സാധിച്ചില്ല എങ്കിൽ ഓക്കെ, നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ പറയും അവർക്ക് കൃത്യമായിട്ട് സാലറി ഒക്കെ കൊടുക്കുന്നതാവും. ചിലപ്പോൾ അവർക്ക് കൂടുതൽ സ്ട്രെസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കംപ്ലൈന്റ് ചെയ്യും, അല്ലെ, ഞങ്ങളിങ്ങനെ സാലറി മാത്രം കൺസിഡർ ചെയ്തിട്ടല്ല ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ വർക്കിന് വന്നത്, അല്ലെ, നല്ല അത്യാവശ്യം ഫിനാൻഷ്യലി സൗണ്ട് ഉള്ളവരും വർക്കിന് വരുന്നുണ്ട്, അല്ലെ. അവരെന്താണ്, അവര് മാക്സിമം എന്താണ് ഈ ഫിനാൻഷ്യലി മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ വരുന്നത്. അവർക്ക് മെന്റലി എന്താണ് സ്ട്രെസ് ഒന്നും കൂടാതെ വളരെ, അല്ലെ, വലിയ പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാനും ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അവരുടേതായിട്ടുള്ള ഡിസയേഴ്സ്, അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പങ്കുവെക്കുകയാണ് എങ്കിൽ എന്താണ് അത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇൻക്രീസസ് വർക്കേഴ്സ് മൊറയിൽ. എന്താണ് ഇൻക്രീസസ് വർക്കേഴ്സ് മൊറയിൽ എന്ന് പറയുന്നത്? മനോവീര്യം വർദ്ധിപ്പിക്കാം, അല്ലെ. വർക്കേഴ്സ്, അവിടെയുള്ള തൊഴിലാളികളുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. നോക്കാം എന്താണ്. ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇൻക്രീസ് ദ വർക്കേഴ്സ് മൊറയിൽ. ഓക്കെ, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ, അല്ലെ, അവിടെയുള്ള വർക്കേഴ്സിന്റെ മനോവീര്യമൊക്കെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയർ തിങ്ക് അബൌട്ട് ദ ബെനിഫിറ്റ് ഓഫ് ഈച്ച് അതർ. അല്ലെ, അവര് തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു, അല്ലെ, ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് ഇരുകൂട്ടരും, അല്ലെ, എംപ്ലോയീസും ആണ്, അതോടൊപ്പം തന്നെ എംപ്ലോയറും ഒരേപോലെ ചിന്തിക്കും, അല്ലെ. നല്ല രീതിയിൽ ആ ഒരു ബിസിനസ് ഫാം റൺ ചെയ്ത് പോകാനായിട്ട് ഇരുകൂട്ടരും ഒരേപോലെ ചിന്തിക്കും. വർക്കേഴ്സ് വർക്ക്
eagerly for the achievement of the organizational goals. Okay, അപ്പൊ നമുക്കറിയാം വർക്കേഴ്സ് എന്താണ്, അവര് ആകാംക്ഷയോട് കൂടിയിട്ട് എങ്ങനെയെങ്കിലും ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഓക്കെ ഇനി എന്താണ് അല്ലെ നല്ല ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷനും നല്ല ബെറ്റർ ഒരു എന്താണ് ആറ്റിറ്റ്യൂഡും എല്ലാവരും പരസ്പര മനോഭാവത്തോടു കൂടിയാണ് പോണെങ്കിൽ ആരൊക്കെ ചിന്തിക്കും അല്ലെ ഓരോന്ന് ചെയ്യുമ്പോഴേക്കും ഓക്കെ ഇനി വരുന്നത് എന്തായിരിക്കും അല്ലെ നെക്സ്റ്റ് റിസൾട്ട് എന്തായിരിക്കും, അങ്ങനെ ആകാംക്ഷയോട് കൂടിയിട്ട് ആ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് ഇരുകൂട്ടരും ഒന്നിച്ച് തന്നെ നിന്ന് പരിശ്രമിക്കും. Then this is because workers believe that they share the same concern as the employer, that is increased production. Okay, അപ്പൊ നമുക്കറിയാം തൊഴിലുടമയും തൊഴിലാളിയും ഒരേപോലെ അല്ലെ അവര് ഒരേപോലെയാണ് ആ ഒരു ഫേമിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ അല്ലെ, അവിടെ എന്താണ് ഉൽപാദന ശേഷി വർദ്ധിക്കോ അങ്ങനെ ഒരേ കൺസിഡറേഷനിൽ ഒരേ മൈൻഡോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കണമെങ്കിൽ ഉൽപാദന ശേഷി വർദ്ധിക്കോ? ഇപ്പൊ ഒരു ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ എംപ്ലോയറും എംപ്ലോയും കൂടി ചേർന്ന് ഓക്കെ അല്ലെ എംപ്ലോയും കൂടി ചേർന്നൊക്കെയാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കൂടി ഒരു ഇതുണ്ട് അല്ലെ, ഇത് നേടിയെടുക്കണം അല്ലെ, എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുള്ള ഒരു പൂർണ്ണമായ ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴെന്താണ് അവിടെ ഉൽപാദനക്ഷമത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. This is as a result stimulated them to work harder. ഓക്കെ, കഠിനാധ്വാനം ചെയ്യാനായിട്ട് ഇവര് പ്രേരിപ്പിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ പ്രധാനമായിട്ടും എന്താ പറയുന്നത് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ വർക്കേഴ്സിന്റെ മൊറയിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ പ്രൊഡക്ഷൻ അല്ലെ അതും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം. Employers also have a feeling that the profits of the firm are not only due to their efforts and workers are equally responsible for the increased production and profit. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മളൊരു ഇൻഡസ്ട്രിയിലൊക്കെ എംപ്ലോയർ അല്ലെ അവിടെയുള്ള തൊഴിലുടമകളാണ് എന്താണ് ഈ ഫേം എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ആധിപത്യത്തിലുള്ളതാണ് അല്ലെ, അങ്ങനെ ഒരു പ്രൗഢില് ആണ് ആ ഒരു ബിസിനസ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് പരാജയമായിരിക്കും അല്ലെ. അവിടെ എപ്പോഴും കൺസിഡർ ചെയ്യണം എന്താണ് അവിടെ എംപ്ലോയീസിനെ ഈക്വലായിട്ട് അല്ലെ അവരുടെ ഉത്തരവാദിത്വം കൂടി ഉണ്ട്, അവരുടെയും കൂടി എഫേർട്ടോട് കൂടിയിട്ടാണ് ഇത് നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്യുന്നത് എന്നുള്ള ഒരു പരിഗണന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരുടെ അല്ലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഭവം എന്താണ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? അല്ലെ, ശരിയല്ലേ? ഈക്വൽ പരിഗണന കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനും പ്രോഫിറ്റബിൾ ആക്കാനും സാധിക്കില്ലേ? അവര് മാത്രമുള്ള ഒരു എഫേർട്ട് കൊണ്ടാന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് അവിടെ ഒരു കോൺഫ്ലിക്ട്സുകൾ വരാനും അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിലൊന്നും പങ്കാളിത്തമൊന്നും കൊടുക്കാതെ വരുമ്പോഴാണ് എന്താണ് അവര് അല്ലെ വർക്കേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പരിഗണിക്കാത്ത രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. റിസൾട്ട് എന്ന് പറയുന്നത് ബെറ്റർ റിസൾട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഇൻ കേസ് അവരുടെയും കൂടി ഈക്വൽ ആണ് എന്നുള്ള ഒരു കണ്ടീഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ദെൻ ബിസിനസ് ഫേം പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പൊ അതുകൊണ്ട് എന്താണ് പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത്, therefore workers should be given a equal share of the benefits അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് ഒരു ഷെയർ അല്ലെ അവിടെയുള്ള വർക്കേഴ്സിനും ഒരു ഈക്വൽ ബെനിഫിറ്റ്സ് അവർ കൊടുക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, നമ്മളിപ്പോ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിനെയും കൂടിയും കൺസിഡർ ചെയ്യണം അല്ലെ, എല്ലാ കാര്യത്തിലും എംപ്ലോയീസിനെയും കൂടിയും കൺസിഡർ ചെയ്യണം. അങ്ങനെ വരുമ്പോഴെന്താണ് അവരുടെയും കൂടി പങ്കാളിത്തത്തോട് കൂടി എന്നുള്ള ഒരു മനോഭാവം എംപ്ലോയീസിനും തോന്നുകയും ചെയ്യും. അവരെ മാക്സിമം എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യാൻ തയ്യാറാകും. then എന്താണ് എംപ്ലോയേഴ്സ് ആണെങ്കിലും അങ്ങനെ ഒരു ബിലീഫിൽ തന്നെ പ്രോഫിറ്റ് ഒക്കെ ഷെയർ ചെയ്ത് അവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യും. അപ്പൊ ബെറ്റർ റിലേഷൻഷിപ്പ് എന്തിനും ഇൻക്രീസിബിൾ ആണ്, ഇൻക്രീസ് വർക്കേഴ്സ് മൊറയില്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. 2 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് വായിച്ചു നോക്കാം.
ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്വസ്റ്റ്യൻസിലൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം അല്ലെ, ഡാഷ് ഇൻക്രീസ് വർക്കേഴ്സ് മൊറൈൽ അല്ലെ, അങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കണം എന്താണ് വർക്കേഴ്സിന്റെ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് അല്ലെ, എംപ്ലോയി റിലേഷൻഷിപ്പ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്, വർക്കേഴ്സ് മൊറൈലൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത്, നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യിക്കും എന്നുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. പ്രൊവൈഡ്സ് ഫെയർ ബെനിഫിറ്റ്സ് ടു വർക്കേഴ്സ്. ഓക്കെ, നമുക്കറിയാം ന്യായമായ ബെനിഫിറ്റുകളൊക്കെ വർക്കേഴ്സിന് നൽകുകയാണെങ്കിലും എന്താണ്, അങ്ങനെയാണെങ്കിലും എന്താണ്, അവർ നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയാണ് അല്ലെ. നോക്കുക, the workers must be given enough monetary and non-monetary motivation so that they can live a balanced life അല്ലെ. നമുക്ക് നോക്കാം, ഒരു ബന്ധം എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ബന്ധത്തില് നല്ല രീതിയിൽ അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ എന്താണ് സാമ്പത്തികമായിട്ടും സാമ്പത്തികമല്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സുകൾ അല്ലെ അവർക്ക് സമയാസമയങ്ങളിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ സാധിക്കും അല്ലേ. ഉണ്ടാവോ? എംപ്ലോയീസിനൊക്കെ നല്ലൊരു അംഗീകാരങ്ങൾ കിട്ടുന്നു അല്ലെ. ചിലപ്പോ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവരെയും കൂടി ഉൾപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഒക്കെ അവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് തന്നെ അവിടെയുള്ള എംപ്ലോയീസിൽ തന്നെ വിഭജിച്ച് നൽകുന്നു, അങ്ങനെ പലതും അല്ലെ. അങ്ങനെയൊക്കെയുള്ള ഏത് നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റുകളും എല്ലാം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇൻ കേസ് നമുക്കറിയാം അത്യാവശ്യം നല്ല സാലറിയോടൊപ്പം തന്നെ ഇൻഡസ്ട്രി ബെനിഫിറ്റ് നല്ല തീർച്ചയായിട്ടും നല്ല പ്രോഫിറ്റബിൾ ആണെങ്കിൽ അതിന്റെ ഒരു വിഹിതമൊക്കെ അവർക്ക് പങ്കുവെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് അല്ലെ ആ ഒരു കമ്പനിയോട് കൂറ് പുലർത്താനായിട്ടുള്ള താല്പര്യം ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്ത, അപ്പൊ നമുക്ക് മൂവ് ചെയ്ത് പോവാം, എളുപ്പം നമുക്ക് ക്ലാസ് എടുത്ത് പോവാം. അപ്പൊ ഇനഫ് അല്ലെ മതിയായ രീതിയിൽ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി മോട്ടിവേഷൻസ് അവർക്ക് പകർന്നു കൊടുക്കുക. ദിസ് ഈസ് പോസിബിൾ ഓൺലി വെൻ ദ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ആർ ഫ്രണ്ട്ലി. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് നല്ലൊരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ. വെറുതെ ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ പറ്റുമോ? ഒരു സാലറിയും കുട്ടി കൊടുക്കുന്നില്ല, ഒരു കോംപ്ലിമെന്റും കൊടുക്കുന്നില്ലാത്ത രീതിയിലൊക്കെ അവരെ ജസ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുക, സമയത്തിനനുസരിച്ചിട്ട് വർക്ക് ചെയ്ത് അവരെ പറഞ്ഞേക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു സൗഹൃദ ബന്ധം അവിടെ വരുന്നുണ്ടോ? വരുന്നുണ്ടോ? ക്ലാസ്സിൽ തന്നെയല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നല്ലൊരു ബന്ധം നമ്മൾ സ്ഥാപിച്ചു പോകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള മോണിറ്ററി ആയിട്ടും നോൺ മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നോക്കാം. എല്ലാവർക്കും ഒഴിവൊക്കെ ആയതുകൊണ്ട് അല്ലെ ഇതിൽ എന്താ പറയുക ഇൻവോൾവ് ആയിട്ട് അങ്ങനെ പോകാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. ഇനിവേ നമുക്ക് ക്ലാസ് മൂവ് ചെയ്ത് പോവാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് തന്നെ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. പ്രൊവൈഡ് ഫെയർ ബെനിഫിറ്റ്സ് ടു വർക്കേഴ്സ്. എന്താണ് നെക്സ്റ്റ് പറയുന്നത്? അവർക്ക് മതിയായ രീതിയിൽ അല്ലെ ആവശ്യമായിട്ടുള്ള രീതിയിൽ ബെനിഫിറ്റ്സുകളൊക്കെ പ്രദാനം ചെയ്ത് കൊടുക്കുക അല്ലെ. അവരെ വികസിപ്പിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ആറ്റിറ്റ്യൂഡുകളും അവസരങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. വർക്കേഴ്സ് മസ്റ്റ് ബി ഗിവൺ ഇനഫ് മോണിറ്ററി ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് നെക്സ്റ്റ് ഇതിലും വരുന്നത്. ഹെൽപ്പ് ഇൻ ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ചസ്. എന്താണ് ഹെൽപ്പ് ഇൻ ഫെസിലിറ്റേഷൻ ചേഞ്ചസ് എന്ന് പറയുന്നത്? ഇഫ് ഓർഗനൈസേഷൻ ഹാസ് എ സപ്പോർട്ടീവ് ആൻഡ് കോപ്പറേറ്റ് അറ്റ്മോസ്ഫിയർ ചേഞ്ചസ് ആർ ഈസിലി ആക്സെപ്റ്റഡ്. ഓക്കെ, നമുക്കറിയാം ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എന്താ അല്ലെ സഹകരിച്ചിട്ട് എംപ്ലോയറും എംപ്ലോയി ഒക്കെ സഹകരിച്ചിട്ട് തന്നെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ടിരിക്കണം. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് the benefits of all the most recent inventions and other technical advances can be utilized effectively. അപ്പൊ നമ്മൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലപാടുകളാണെങ്കിലും അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതും കൂടിയും ഇംപ്ലിമെന്റ് അല്ലെ നമ്മുടെ ബിസിനസ്സിലും ഇംപ്ലിമെന്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് കാര്യക്ഷമമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അല്ലെ ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. The workers understand the need of our and willing adapt themselves to the required changes. ഓക്കെ, അവരെന്താണ് തീർച്ചയായിട്ടും അവിടെയുള്ള തൊഴിലാളികളൊക്കെ അതിനോട് അതെന്താണെന്നുള്ളത് അല്ലെ ഇപ്പൊ എന്തുകൊണ്ടാണ് അത്
ഇംപ്ലിമെന്റ് ചെയ്തെന്നുള്ള എന്താണ് കാര്യം എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ അവർക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അവരുടെ ആ ചേഞ്ചസിനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. Thus, peaceful industrial relations are important for both employees and employers. അതുകൊണ്ട് തന്നെ സമാധാനമായിട്ടുള്ള അന്തരീക്ഷം അല്ലെ, ഇപ്പൊ നമ്മൾ പുതിയ ഇപ്പോ ഒരു സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഫാം ആണ്. ഇപ്പൊ പുതിയൊരു മെഷീൻ അല്ലെങ്കിൽ പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സാങ്കേതിക കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് എന്താണ് എംപ്ലോയീസ് ഉൾക്കൊള്ളണമെന്നില്ല. അതേസമയം നല്ലൊരു ബന്ധത്തിലാണ് പോണെങ്കിൽ അല്ലെ, നല്ല ഇൻഡസ്ട്രിയലായിട്ട് എംപ്ലോയീസ് എംപ്ലോയർ തമ്മിൽ നല്ലൊരു ബന്ധത്തിലാണ് പോണെങ്കിൽ അവര് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഓക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബിസിനസ് ഫാമിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റും അല്ലെ. അവിടെ ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അത് ഉൾപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവിടെയുള്ള തൊഴിലാളികളും ഒക്കെ അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താണ് അത് സ്മൂത്ത് ആയിട്ട് തന്നെ നല്ല കാര്യക്ഷമമായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് ഫലപ്രദമായിട്ട് തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ, നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുതിയ ഫെസിലിറ്റീസ് ഒക്കെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ അതിൽ ഡെവലപ്പ് ചെയ്യാനും അതിനോട് പൊരുത്തപ്പെട്ടു പോകാനും അവര് തയ്യാറാകും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഫോർത്ത് പോയിന്റ് നെക്സ്റ്റ് നോക്കാം. ഓക്കെ ആണ്, കണ്ടിന്യൂ ചെയ്തോളം തന്നെയാണ്. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, മൂവ് ചെയ്ത് പോവാം. Then makes the collective bargaining effective. അപ്പൊ എന്താ നെക്സ്റ്റ് പറയുന്നത്? കളക്റ്റീവ് ബാർഗൈനിങ് അല്ലെ, എന്ന് വെച്ചാൽ എലവേഷൻ. അതെങ്ങനെയാണ് പ്രത്യേകിച്ച് നോക്കാം. ഹാർമോണിയസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ very crucial for effective collective bargaining, beneficial both the parties, that is employee and employer, to arrive at such an agreement which is beneficial for both of them. Okay, നമുക്കറിയാം നിർണായകമായിട്ടുള്ള കുറെ വിലപേശൽ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഏതൊരു സ്ഥാപനം എന്താണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എംപ്ലോയർക്ക് എംപ്ലോയറുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവിടെയുള്ള വർക്കേഴ്സ് അല്ലെ എംപ്ലോയീസിനും അവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും എന്താണ് ഇവര് പരസ്പരം ഐക്യത്തോടു കൂടി പോകുമ്പോൾ അല്ലെ, അവര് തീർച്ചയായിട്ടും അങ്ങനെ ഒന്നിച്ച് നിന്ന് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് യോജിച്ച രീതിയിൽ ഹാർമോണിയസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ വെരി ക്രൂഷ്യൽ അല്ലെ. അവർ യോജിച്ച രീതിയിൽ പോവുകയാണെങ്കിൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനു വേണ്ടിയിട്ട് രണ്ട് പാർട്ടീസിനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ വിലപേശി നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ദാറ്റ് ഈസ് എംപ്ലോയി ആൻഡ് എംപ്ലോയർ ടു arrive at such an agreement അല്ലെ. അവര് തമ്മിൽ പരസ്പരം ഒരു ധാരണയിലെത്തും, ഒരു കരാർ ഇതിലെത്തും. ബോത്ത് ഓഫ് തമ്മിൽ അവർക്ക് ഇരു കൂട്ടർക്കും അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഏതൊരു ബിസിനസ് സ്ഥാപനവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എംപ്ലോയറിന് ഒരു പ്രോഫിറ്റബിൾ ആക്കണമെന്ന് തീർച്ചയായിട്ടും ലക്ഷ്യം ഉണ്ടാവും. അതേമാതിരി തന്നെ ന്യായമായ കൂലിയൊക്കെ കിട്ടണമെന്ന് എംപ്ലോയി ആഗ്രഹിക്കും അല്ലെ. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ആ ഒരു എഗ്രിമെന്റ് ബേസിലാണ് അത് മൂവ് ചെയ്ത് പോകണമെങ്കിൽ, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പിൽ അത് മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇരു കൂട്ടർക്കും അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അവിടെ പറയുന്നത് മേക്ക് കളക്റ്റീവ് ബാർഗൈനിങ് എഫക്റ്റീവ്. നെക്സ്റ്റ് നോക്കാം, മെന്റൽ റെവല്യൂഷൻ. ഓക്കെ, മെന്റൽ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം എന്തിനും അല്ലെ അതിൻ്റെതായിട്ടുള്ള ഇതുകളുണ്ട് അല്ലെ. അത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളുണ്ട്. അപ്പൊ ആ ഒരു മാനസിക വിപ്ലവങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് ജോയിന്റ് കൺസൾട്ടേഷൻ ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ ഓപ്പൺസ് ദ പാത്ത് ഓഫ് ഇൻഡിവിജ്വൽ ഡെമോക്രസി. ഓക്കെ, നമുക്കറിയാം ഒരേപോലെ അല്ലെ ഒരു പാത തുറന്നു കൊടുക്കുകയാണ് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടായെങ്കിൽ അല്ലെ, നല്ലൊരു സംയുക്തമായിട്ടുള്ള കൂടിയാലോചനയൊക്കെ ഉണ്ടെങ്കിൽ, ജോയിന്റ് കൺസൾട്ടേഷൻ ഒക്കെ ഇരുകൂട്ടരും തമ്മിൽ ഉണ്ടെങ്കിലും എന്താണ് അവർക്ക് അല്ലെ നല്ലൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഡെമോക്രസിക്ക് ഒരു പാത തുറന്നു കൊടുക്കുകയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള, അതായത് എംപ്ലോയിക്ക് എംപ്ലോയറുടേതായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാം, എംപ്ലോയർക്കും എംപ്ലോയറുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു ഓപ്പൺ അല്ലെ ഒരു ഓപ്പൺ ഫെസിലിറ്റിയോടെ പ്രദാനം ചെയ്യും. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്പൺ ഫെസിലിറ്റി അവിടെ പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. This encourages the workers to perform excellently and consequently get a share in the profit of the organization together with the management. അല്ലെ, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം നമുക്ക് അവിടെ അല്ലെ അവരെയും എല്ലാവരെയും ഒരേപോലെ പ്രോത്സാഹിപ്പിക്കുകയാണ് അല്ലെ. അവരുടെ പെർഫോമൻസ്, അവരുടെ പ്രകടനങ്ങളൊക്കെ എത്രയും നന്നായിട്ട് അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യാമോ അത്രയും നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരക ഘടകമായിട്ട് അത് എൻകറേജ് ചെയ്യുകയും ഇതിനെന്താണ് കോൺസിക്വന്റ്ലി അവരുടെ പരിണത ഫലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർക്ക് ബിസിനസ് നന്നായിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും.
പ്രോഫിറ്റ് അവർക്കൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഇരു കൂട്ടർക്കും സാധിക്കുകയും ചെയ്യും. ഓക്കെ, thus industrial relation totally change the perspective of the employees and employers. ഓക്കെ, ഈ കൂട്ടരുടെയും വീക്ഷണകോണുകൾ അല്ലെ, അതൊക്കെ പരസ്പരം നമുക്ക് ഒന്നിച്ച് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പരസ്പരം അവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും അല്ലെ. അവര് ചിലപ്പോ ചോദിക്കും, ഇത്രയും ടാർജറ്റ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അല്ലെ, എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ഞങ്ങൾക്ക് എന്താണെന്ന് നേട്ടം എന്നുള്ളതൊക്കെ തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസിന് അതിന് വലിയ കാര്യമല്ലേ അല്ലേ. ഇപ്പൊ ഒരുപാട് ടാർജറ്റുകളൊക്കെ എംപ്ലോയർ ഇവർക്ക് വേണ്ടിയിട്ട് നൽകിയാണ് എങ്കിൽ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടോ എന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ എംപ്ലോയീസിന്. ഇത്രയും ടാർജറ്റുകളൊക്കെ ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ എന്ന് അറിയാൻ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന് ആഗ്രഹം ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓപ്പൺ അല്ലെ, ഒരു ഓപ്പൺ ചാനൽ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഡെമോ ക്ലാസ് ഇൻഡിവിജ്വൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇതുകൾ ഫെസിലിറ്റീസുകളൊക്കെ ഉണ്ടെങ്കിൽ അവര് ചർച്ചകളിൽ കൂടെ തന്നെ അവര് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, അവരവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ ആ ടാർഗറ്റുകൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് എംപ്ലോയീസ് തയ്യാറാവുകയും ചെയ്യും. എംപ്ലോയർ അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് അവർക്ക് നൽകുകയും ചെയ്യും. അപ്പൊ എംപ്ലോയറിന് നേട്ടം ഉണ്ടാകുന്നു, ദെൻ എംപ്ലോയിക്കും അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ മെന്റൽ റെവല്യൂഷൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫെസിലിറ്റേറ്റ്സ് വർക്കേഴ്സ് ഡെവലപ്മെന്റ്. എന്താണ് ഫെസിലിറ്റേറ്റ്സ് വർക്കേഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ഇതും സൗകര്യങ്ങൾ പ്രദാനം ചെയ്തു കൊടുക്കുക അല്ലെ. നമ്മൾ ഇപ്പൊ ഏതൊരു വ്യവസായം ആണെങ്കിലും അവിടെ എന്താണ് ഒരു തൊഴിലുടമ തൊഴിലാളി ബന്ധം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ഓർഗനൈസേഷനും എന്താണെന്നുള്ളത് അല്ലെ, ആ ഒരു സ്ഥാപനം എന്താണെന്നുള്ളത് പരസ്പരം നല്ല ബോധ്യത്തോടു കൂടിയിട്ടും പരസ്പരം നല്ല ബോധ്യത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ എടുത്തും അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം ഒന്നിച്ചാണെങ്കിൽ നല്ലൊരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് ഇരു കൂട്ടർക്കും പ്രശ്നമൊന്നും ഇല്ലാതെ അല്ലെ, ഒരു തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ പര്യവസാനിക്കുന്നു എന്നതാണ്. അപ്പൊ ഇവിടെയും നെക്സ്റ്റ് നോക്കാം ഫെസിലിറ്റേറ്റ്സ് വർക്കേഴ്സ് ഡെവലപ്മെന്റ്. അപ്പൊ ഇതിലെന്താ പറയുന്നത്? തൊഴിലാളികൾക്ക് വികസിപ്പിക്കാനുള്ള ഒരു അവസരങ്ങൾ കൊടുക്കുകയാണ്. In a harmonious climate, new programs like labor welfare facilities, training facilities, etc. can be introduced that help in the development of workers. ഓക്കെ, അപ്പൊ തൊഴിലാളികളെ വികസിപ്പിക്കാൻ അല്ലെ, അവരുടെ ക്ഷേമകാര്യങ്ങളൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് പുതിയ പുതിയ പ്രോഗ്രാംസുകളോ അല്ലെ, നല്ല ഐക്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ പ്രദാനം ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? These programs enhance the skills of workers and result in increased productivity at a lower cost. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ അല്ലെങ്കിൽ ഇവർക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ അല്ലെ ഇച്ചിരി കൂടി ആ വർക്കിൽ ഒരു സ്പീഡ് കിട്ടാനൊക്കെ ആയിട്ട് അല്ലെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറഞ്ഞ ചെലവില് എംപ്ലോയറിന് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. എംപ്ലോയീസിനാണെങ്കിൽ എന്താണ്, ആ ചെറിയ പ്രോഗ്രാമിൽ നിന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നല്ല രീതിയിൽ അവർക്ക് വർക്ക് അല്ലെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതായത് ഈ ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടെ സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്യും അല്ലെ, വികസിക്കും അല്ലെ. ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയല്ലേ വർക്കേഴ്സിന്റെ സ്കില്ലും നോളജൊക്കെ വികസിക്കില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, അതിന്റെ കുറച്ച് ഫണ്ട് മുടക്കി എംപ്ലോയേഴ്സ് ഇങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് പ്രദാനം ചെയ്യുമ്പോൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള സ്കില്ലും നോളജൊക്കെ വികസിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അവരുടെ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി അല്ലെ, അവരുടെ പ്രൊഡക്ടിവിറ്റി അതോടൊപ്പം തന്നെ അല്ലെ ആ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ പ്രൊഡക്ടിവിറ്റി ഉൽപ്പാദിപ്പിക്കും കൂടുതലാവുമ്പോൾ എന്താണ്, പ്രോഫിറ്റും അതിൻ്റെതായ രീതിയിൽ തന്നെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ലോ കോസ്റ്റിൽ തന്നെ അവർക്ക് പ്രോഫിറ്റബിൾ ആക്കി ബിസിനസ് ഫേം മൂവ് ചെയ്യാനായിട്ട് ഇരു കൂട്ടർക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഫെസിലിറ്റീസ് വർക്കേഴ്സ് ഡെവലപ്മെന്റ് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴാണ് അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട് അല്ലെ, ഞങ്ങൾക്ക് ഈ ഒരു പുതിയ മെഷീൻ വന്നിട്ട് അല്ലെങ്കിൽ ഈ ടെക്നോളജി ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ, അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് അവർ ഷെയർ ചെയ്യുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും എംപ്ലോയർ ഓക്കെ ഇതെങ്ങനെ പരിഹരിക്കാം അല്ലെ, ചെറിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു കൊടുത്ത് ഇവർക്ക് ഇതിനെ പരിഹരിക്കാൻ സാധിക്കുമോ അല്ലെ, അതിനുള്ള ട്രെയിനിങ് ഒക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ദെൻ അങ്ങനെ ട്രെയിനിങ് അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവർക്ക് അതിൻ്റെതായ നോളജ് സമ്പാദിക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ആ ഫോം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? ദെൻ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം.
റെഡ്യൂസസ് വേസ്റ്റേജ്. ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? അതിന്റെ സ്പീഡിലാണോ എടുക്കണത്? വായിച്ചു നോക്കേണ്ടതുണ്ടോ? ഓക്കെയാണ്, പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, ശരി പോവാം. നെക്സ്റ്റ് നോക്കാം, റെഡ്യൂസസ് വേസ്റ്റേജ്. എന്താണ് റെഡ്യൂസസ് വേസ്റ്റേജ് എന്ന് പറയുമ്പോൾ? നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ വേസ്റ്റും നമുക്ക് റെഡ്യൂസ് ചെയ്ത് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ. എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആണ് ഓൾവേസ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ സപ്പോർട്ട് ആൻഡ് അക്നോളജ്മെന്റ് ഓഫ് ഈച്ച് അതേഴ്സ് നീഡ്സ് അല്ലെ. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? പരസ്പരമായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെ, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ അല്ലെ, മ്യൂച്വൽ ഒരു ഒന്നിച്ചുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ഇവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. പരസ്പര പിന്തുണയുടെ കൂടെയാണ്, അല്ലെങ്കിൽ പരസ്പരം കൂടി ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇത് എൻഹാൻസ് പ്രൊഡക്ഷൻ ആൻഡ് റെഡ്യൂസ് ദ വേസ്റ്റേജ് ഓഫ് ഓർഗനൈസേഷൻ റിസോഴ്സസ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഒരു എന്താണ് നമുക്കറിയാം, ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആവണമെങ്കിൽ തന്നെ അതിന്റെ അല്ലെ അസംസ്കൃത ഘടകങ്ങൾ അതെല്ലാം അതെന്താണ് അതിന്റെ ഒരു ഓരോരോ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നത്. അപ്പൊ ഓരോ തലത്തിലും ചിലതിന്റെ കുറവുകളൊക്കെ ഉണ്ട് അല്ലെ. ചിലതൊക്കെ പരിഹരിക്കണമെങ്കിൽ സമയത്തിന് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി കുറവാണ്. അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങള് മ്യൂച്വൽ അല്ലെ പരസ്പരം തന്നെ എംപ്ലോയറും എംപ്ലോയും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് തന്നെ അത് ചർച്ച ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവൈലബിൾ ആക്കി കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താണ്? വേസ്റ്റേജ് കുറയും ചെയ്യും, ഒപ്പം തന്നെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും സാധിക്കും അല്ലെ. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഇല്ല എങ്കിലൊന്നും ഇവര് എംപ്ലോയീസ് ഒന്നും ഇതൊന്നും ഷെയർ ചെയ്യില്ല അല്ലെ. അവർക്ക് കിട്ടുന്ന സാധനം വെച്ച് അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ അവരെ ഏൽപ്പിച്ചിരുന്ന ഡ്യൂട്ടി അങ്ങോട്ട് ചെയ്തു പോകും അല്ലെ. അത് വലിയ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടായിരിക്കും അവരുടെ ഡ്യൂട്ടി ചെയ്തു പോകുന്നത്. അതേസമയം നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്തുകളും അല്ലെങ്കിൽ ഇത് ഇത്രയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര സ്പീഡിൽ നമുക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ ഇത്ര ടൈമിൽ ഇത് അവൈലബിൾ ആക്കണം അല്ലെ, അങ്ങനെയുള്ള പല മെസ്സേജുകളും അവർക്ക് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ്? നല്ല രീതിയിൽ തന്നെ ബിസിനസ് ഫേം മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഇറ്റ് എൻഹാൻസ് പ്രൊഡക്ഷൻ ആൻഡ് reduces the wastage of organization resources, that is material and machines, hence safeguarding the national interest. Okay, നമുക്കറിയാം ദേശീയമായിട്ടുള്ള ഒരു സുരക്ഷയുടെ മാനദണ്ഡത്തിൽ തന്നെ അതെല്ലാം അവിടെ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ എന്താണ് അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഉണ്ടാവും അല്ലെ. നമ്മുടെ മനുഷ്യന്റെ ആവശ്യമുണ്ടാവും, അതേമാതിരി മെറ്റീരിയൽസിന്റെ ആവശ്യകതയുണ്ട്, മെഷീന്റെ ആവശ്യകതകളുണ്ട്. ഓക്കെ, ഇതെല്ലാം നല്ല രീതിയിൽ ഒരേപോലെ യോജിച്ച് കൈകാര്യം ചെയ്താലാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റിസൾട്ടുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അതെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ അവൈലബിൾ ആക്കുമ്പോഴാണ് വേസ്റ്റേജ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ അത് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി അല്ലെ ഉത്പാദന ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ വേസ്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? നമുക്ക് സ്ട്രെങ്ത് ഇത്തിരി കുറവാന്ന് തോന്നുന്നു. എല്ലാവരും അല്ലെ വീട്ടിലുള്ളവരൊക്കെ ഉണ്ടാവും, ചിലപ്പോ എല്ലാവർക്കും ചിലപ്പോ വർക്കിംഗ് ഡേ ആവണമെന്നില്ല അല്ലെ. അതുകൊണ്ടായിരിക്കും. എനിവേ ഉള്ളവര് മെസ്സേജ് ഒക്കെ അയക്കുക, അല്ലെങ്കിൽ പിന്നെ മൂവ് ചെയ്യാനായിട്ട് ഇതാവും. ആർക്കെങ്കിലൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് പോകണമല്ലോ, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഓക്കെ, ലാസ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. ജസ്റ്റ് അതിനുശേഷം നിങ്ങൾ എല്ലാം ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി, ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്യാരണ്ടീസ് സ്മൂത്ത് പ്രൊഡക്ഷൻ. ഓക്കെ, സുഗമമായിട്ടുള്ള ഉത്പാദനം അല്ലെ, അത് ഉറപ്പാക്കുന്നതാണ്. The main role of industrial relations is that it guarantees uninterrupted production അല്ലെ, തടസ്സങ്ങളില്ലാത്ത പ്രൊഡക്ഷൻ resulting in continuous employment at all levels of the organization. ഓക്കെ, നമുക്കറിയാം നല്ല അവിടെ തൊഴിലുടമയൊക്കെ നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അല്ലെ, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടായെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ആ പ്രൊഡക്ഷനെ ആ ഒരു ഉത്പാദന ശേഷിയെ ഒരു തരത്തിലും തടസ്സങ്ങൾ നേരിടുന്നില്ല അല്ലെ. നല്ലൊരു ബന്ധം ഇല്ല എങ്കിൽ നമുക്കറിയാം മെറ്റീരിയൽസ് വരട്ടെ എന്ന് പറഞ്ഞു തൊഴിലാളികൾ അവിടെ വെയിറ്റ് ചെയ്യും അല്ലെ.
അതേസമയം മെറ്റീരിയൽസ് വന്നു കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് വേറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ പല പ്രശ്നങ്ങൾ ഇല്ലാതെ ഇരുന്നാൽ മാത്രമാണ് സ്മൂത്ത് ആയിട്ട് ആ ബിസിനസ് റൺ ചെയ്ത് പോകുകയുള്ളൂ അല്ലെ. ഇൻ കേസ് ആ എംപ്ലോയ്മെന്റിന്റെ എംപ്ലോയീസ് റിലേഷൻഷിപ്പ് നല്ല ബെറ്റർ ആണ് എങ്കിൽ ഇങ്ങനെ ഒരു തടസ്സങ്ങൾ അല്ലെ അൺഇൻറെപ്യൂട്ടഡ് പ്രൊഡക്ഷൻ അതാണ് ഇമ്പോർട്ടന്റ്. നമുക്കറിയാം തടസ്സങ്ങൾ ഇല്ലാത്ത രീതിയിൽ മൂവ് ചെയ്ത് കൊണ്ടുപോയാലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായ രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻ അല്ലെ അത് ഉത്പാദിപ്പിച്ചു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇത് സാധ്യമാകും എന്നുള്ളതാണ്. Whether it is for a manager or a worker, due to continuity of a production, all the organization resources are effectively used, which leads to higher production for the firm and continuous earning for the workers. മാനേജർ അല്ലെങ്കിൽ വർക്കേഴ്സ് തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ അല്ലെ അത് ഏത് ലെവലാണെങ്കിലും അത് ഏത് തരത്തിലുള്ള ലെവലിലാണെങ്കിലും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ടോപ്പ് ലെവൽ തുടങ്ങി അല്ലെ അങ്ങനത്തെ ഫീൽഡ് വർക്കേഴ്സ് വരെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് അവിടെ ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പില് എവിടെയെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എല്ലാത്തിനെയും മൊത്തത്തിൽ ബാധിക്കും അല്ലെ. അപ്പൊ എവിടെയും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് തന്നെ അല്ലെ സുഗമമായിട്ട് ആ ഉത്പാദനക്ഷമത വർദ്ധിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഡ്യൂ ടു കണ്ടിന്യൂറ്റി ഓഫ് പ്രൊഡക്ഷൻ all the organization resources are effectively used, which leads to higher production for the firm and continuous earning for the workers. അപ്പൊ നമുക്കറിയാം ഈ പ്രൊഡക്ഷൻ എവിടെയെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഏർണിങ്സ് കുറയും അല്ലെ. അതേസമയം പ്രൊഡക്ഷൻ ഒരു തടസ്സമില്ലാതെ മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഏർണിങ്സും കൃത്യമായിട്ട് ലഭ്യമാകും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കണ്ടിന്യൂവേഷൻ അവിടെ പ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് all the organization resources are effectively used, which leads to higher production for the firm and the continuous earning of the workers. Okay, അപ്പൊ എല്ലാ റിസോഴ്സസും അവിടെ നമുക്കറിയാം ഹ്യൂമൻ ബീയിങ് ഉണ്ട്, മെഷീനറി ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ. അതെല്ലാം എഫക്റ്റീവ് ആയിട്ട് കാര്യക്ഷമമായിട്ട് തന്നെ ഒരു തടസ്സമില്ലാതെ എവിടെയെങ്കിലും മെറ്റീരിയൽസിന് എന്തെങ്കിലും ഡ്രോബാക്ക് അല്ലെ ഏതെങ്കിലും ഒരു കൃത്യമായിട്ട് ലഭ്യം അവൈലബിൾ അല്ല എങ്കിൽ ഇൻ കേസ് ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടായിട്ടോ മെഷീനറി ഉണ്ടായിട്ടോ പ്രൊഡക്ഷൻ മൂവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അവിടെ മസ്റ്റായിട്ട് മെറ്റീരിയൽസും തന്നെ അതേമാതിരി തന്നെ മെഷീനറിയും ഹ്യൂമൻ റിസോഴ്സസും എല്ലാം തന്നെ ഒരേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലെ തന്നെ മൂവ് ചെയ്ത് പോയാലാണ് പ്രൊഡക്ഷൻ അവിടെ സാധ്യമാവുള്ളൂ. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്ത് പോകണമെങ്കിൽ എന്താണ് അവിടെ മോസ്റ്റ് ആയിട്ട് വേണ്ടത്? നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ഉണ്ടായെങ്കിൽ ഇങ്ങനൊരു അല്ലെ ഒരു തടസ്സങ്ങളൊന്നും നേരിടില്ല. അങ്ങനെ തടസ്സങ്ങളൊന്നും നേരിടാതെ വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ മൂവ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ പ്രോഫിറ്റബിൾ ആയിട്ട് ആ ബിസിനസ് ഫേം റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ജസ്റ്റ് പോയിന്റ്സുകളൊക്കെ നോക്കുക. എവിടെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ എന്ന് നോക്കുക. അയച്ചു നോക്കണോട്ടെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓരോ പോയിന്റിൽ നിന്നും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നമ്മളത് അതുകൊണ്ട് തന്നെ ആ ഒരു അതെന്താണ് ഉദ്ദേശിച്ചേക്കണേ എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കിപ്പോ. ഓക്കെ.
എവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബെറ്റർ റിലേഷൻഷിപ്പ്, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവില്ല, വേസ്റ്റ് ഉണ്ടാവില്ല, അല്ലെ? പല കാര്യങ്ങളും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് പോകാൻ സാധിക്കും, മെന്റൽ സപ്പോർട്ടുകൾ കിട്ടുന്നു. ദെൻ എന്താണ് അവർക്ക് എന്താണ് തുല്യം അല്ലെ അവരുടെ ആവശ്യങ്ങൾ വർക്കേഴ്സിന്റെ ആണെങ്കിലും ആഗ്രഹങ്ങളൊക്കെ സാധ്യമാക്കാൻ സാധിക്കുന്നു. അങ്ങനെ പലതരത്തിലും അല്ലെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് ഇത് കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെ എന്തെങ്കിലും തർക്കങ്ങളും ഉണ്ടാകുന്നതോടൊപ്പം തന്നെ തടസ്സങ്ങളും അല്ലെ ഇന്റർപ്യൂട്ടഡ് പ്രൊഡക്ഷൻ അല്ലെ പ്രൊഡക്ഷൻ ഉൽപാദനത്തിൽ നിന്നും തടസ്സങ്ങളും നേരിടുന്നതിന് എന്താണ് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു തടസ്സങ്ങളൊന്നും നേരിടില്ല. അങ്ങനെയെല്ലാം അല്ലെ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ബെറ്റർ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്തൊരു വേറൊരു ഭാഗമാണ് റിലേഷൻഷിപ്പ് എന്നുള്ള പോർഷൻ ഇതോടുകൂടി അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകട്ടെ. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ട്രേഡ് യൂണിയൻസ്. അപ്പൊ മനസ്സിലാക്കാം അല്ലെ, ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നല്ലൊരു ബന്ധമുള്ള ഒരു ഇതാണ് എങ്കിൽ ട്രേഡ് യൂണിയനും വന്നാലും പ്രശ്നമൊന്നുമില്ല അല്ലെ. അവരായിട്ട് നല്ലൊരു ബന്ധം സാഹചര്യം അനുഭവം ചെയ്ത് പോയാല് പ്രശ്നമൊന്നുമില്ല. അതേസമയം നല്ലൊരു ഇൻഡസ്ട്രി അല്ലെ ഇൻഡസ്ട്രിയിലെ എംപ്ലോയർ തമ്മിൽ നല്ലൊരു വെച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എങ്കിൽ ട്രേഡ് യൂണിയന് മുന്നിട്ട് വരികയും ചെയ്യും. ആ ഒരു സ്ഥാപനത്തിന് നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കില്ല അല്ലെ. പ്രധാനമായിട്ട് യൂണിയനുകൾ പ്രവർത്തിക്കുന്നത് എംപ്ലോയേഴ്സിന്റേതായിട്ടുള്ള യൂണിയനുകളുണ്ട്, എംപ്ലോയീസിന്റേതായിട്ടുള്ള യൂണിയനുകളുണ്ട്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു ഇരുകൂട്ടരും ഓരോരോ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഏതോ ഒരു കമ്പനിയും അല്ലെങ്കിൽ ഓർഗനൈസേഷനൊക്കെ ഫോം ചെയ്യുന്നത് അല്ലെ. അവിടെ എംപ്ലോയറിൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകുന്നതോടൊപ്പം തന്നെ എംപ്ലോയിക്കും ഉണ്ടാവും അല്ലെ. അവിടെയുള്ള തൊഴിലാളികൾക്കും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് എ ട്രേഡ് യൂണിയൻ. To represent their goals and interest in a better manner, the employees can join an organization which is called trade union. Okay, അപ്പൊ അവിടെ നമുക്കറിയാം ഇങ്ങനെ പ്രധാനമായിട്ടും ട്രേഡ് യൂണിയനുകൾ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്? അവിടെയുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയനുകളൊക്കെ നിലകൊള്ളുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവരുടെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും അല്ലെ അത് നല്ല രീതിയിൽ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് ക്യാൻ ജോയിൻ എൻ ഓർഗനൈസേഷൻ വിച്ച് ഇസ് കോൾഡ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് അവര് അങ്ങനെ ജോയിൻ ചെയ്യുന്നത് ട്രേഡ് യൂണിയനിൽ ടു റെപ്രസെന്റ് ദെയർ ഗോൾസ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ എ ബെറ്റർ മാനർ. അവരുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ താല്പര്യങ്ങള് അത് നല്ല രീതിയിൽ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവര് ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. For this, the employees pay an annual fee and in response to it, they are interested and powerfully represented. ഓക്കെ, ഇങ്ങനെ ട്രേഡ് യൂണിയനിലൊക്കെ ഒരു ആനുവൽ പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ടാണ് അവർ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട് അവർക്ക് അല്ലെ ആ ഒരു തൊഴിൽ അല്ലെ ആ ഒരു ഫോമില് അവർക്ക് പവർഫുൾ ആയിട്ടുള്ള അധികാരങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട്. This is more effective than negotiating for such rights with the employer on an individual basis. ഓക്കെ, നമുക്കറിയാം ഇത് അല്ലെ പ്രധാനമായിട്ടും അവരുടെ ഏതൊരു ട്രേഡ് യൂണിയൻ ആണ് എങ്കിലും അവിടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ കരുതലോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നതെങ്കിലും അവിടെ തീർച്ചയായിട്ടും എന്താണ് അവരുടെ സാഹചര്യങ്ങളോട് കൂടിയിട്ട് അല്ലെ അവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇൻ റെസ്പോൺസ് ടു ഇറ്റ് ദെയർ ഇൻട്രസ്റ്റ് ആൻഡ് പവർഫുൾ റെപ്രസെന്റഡ്. അതായത് അവർക്കൊരു അധികാരം അല്ലെ അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു അധികാരം കൂടെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ദിസ് ഇസ് മോർ എഫക്റ്റീവ് ദാൻ നെഗോഷിയേറ്റിംഗ് ഫോർ സച്ച് റൈറ്റ്സ് വിത്ത് എംപ്ലോയർ ഓൺ ആൻ ഇൻഡിവിജ്വൽ ബേസിസ്. നമുക്കറിയാം വ്യക്തിപരമായിട്ട് നല്ല രീതിയിൽ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലൊക്കെ അവർക്ക് മോർ എഫക്റ്റീവ് ആയിട്ട് അല്ലെ ഫലപ്രദമായ രീതിയിൽ ഇത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ട്രേഡ് യൂണിയൻ ആർ ഫോംഡ് വെൻ വർക്കേഴ്സ് ജോയിൻ ടുഗദർ. അപ്പൊ നമുക്കറിയാം ട്രേഡ് യൂണിയനുകളൊക്കെ ഫോം ചെയ്യുന്നു, വർക്കേഴ്സ് ഒക്കെ അതിൽ ജോയിൻ ചെയ്യുന്നു. There are also known as organization of workers against the management. Such union help and support the workers and all. In case അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അല്ലെ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ഒരു കമ്പനിയൊക്കെ ആകുമ്പോൾ അവർക്ക് ചില കാര്യങ്ങളിലൊന്നും ഈ എംപ്ലോയീസിനായുള്ള പങ്കാളിത്തങ്ങളൊന്നും ലഭ്യമാകാതെ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ വരുമ്പോഴാണ് എന്താണ് യൂണിയനോടൊപ്പം തന്നെ ചേർന്ന് എംപ്ലോയീസ് ഒക്കെ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ ട്രേഡ് യൂണിയൻസ് അങ്ങനെ ഒന്നിച്ച് പ്രവർത്തിച്ചു പോകുമ്പോൾ
There are also known as organizations of workers against the management. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ മാനേജ്മെന്റ് എതിരായിട്ടുള്ള ഒരു സംഘടന എന്നുള്ള ലേബലിലും ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് മാനേജ്മെന്റിന് എതിരായിട്ടുള്ള ഒരു സംഘടന എന്ന് പറയുന്നത്? അവിടെയുള്ള എംപ്ലോയീസിന്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ടതൊന്നും സംതൃപ്തമാക്കി എംപ്ലോയേഴ്സ് കൊടുക്കാതെ അല്ലെങ്കിൽ മാനേജ്മെന്റ് കൊടുക്കാതെ വരുമ്പോഴാണ് അവർക്കെതിരായിട്ടുള്ള ഈ ട്രേഡ് യൂണിയനിൽ പങ്കാളിയായിട്ട് അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അർഹതപ്പെട്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് അവര് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ പറയുന്നത് എന്താണ്, മാനേജ്മെന്റിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. സച്ച് യൂണിയൻ ഹെൽപ്സ് ആൻഡ് സപ്പോർട്ട് ദ വർക്കേഴ്സ് എ ലോട്ട്. ഒരുപാട് അല്ലെ അവരെ വർക്കേഴ്സിന് ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് ഈ ട്രേഡ് യൂണിയനുകളൊക്കെ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ മോസ്റ്റ്ലി നമുക്കറിയാം വലിയ വലിയ കമ്പനികളൊക്കെ ആകുമ്പോൾ ചിലപ്പോ അല്ലെ നമ്മൾ പറഞ്ഞ മാതിരിയുള്ള നല്ല റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായാലും മോസ്റ്റ് ഓഫ് ദ കമ്പനിയിലും എന്താണ് കമ്പനിയുടേതായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവിടെയുള്ള എംപ്ലോയീസിന് അതിനായിട്ടുള്ള അവകാശങ്ങൾ അവർക്ക് അർഹതപ്പെട്ട പ്രോഫിറ്റും അല്ലെങ്കിൽ അവരുടേതായ സൗകര്യങ്ങളും അല്ലെ ഒന്നും അവൈലബിൾ ആക്കി കൊടുക്കാത്ത ഫേമുകളായിരിക്കും മിക്കവാറും ഉണ്ടാകും അല്ലെ. അവരെ കൊണ്ട് ഒരുപാട് തൊഴിൽ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രീതിയായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോഴാണ് ട്രേഡ് യൂണിയനുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് അവിടെ മെമ്പർഷിപ്പോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെ. മോസ്റ്റ് ഓഫ് ദ ട്രേഡ് യൂണിയനും പ്രവർത്തിക്കുന്നത് അതുകൊണ്ടല്ലേ? ആണോ? അതെ അല്ലെ. ഇപ്പൊ നല്ലൊരു കമ്പനിയൊക്കെ ആണെങ്കിൽ എപ്പോഴെപ്പോഴും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ എംപ്ലോയീസിന് മതിയായ കൂലികളൊന്നും വേതനമൊന്നും കൃത്യസമയത്ത് കൊടുക്കാത്തത് കൊണ്ടായിരിക്കും അല്ലെ. അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും സ്ട്രൈക്കും ലോക്കൗട്ടും ഒന്നും നടത്താനായിട്ട് എംപ്ലോയീസ് ഒന്നും തയ്യാറാവില്ല. അവർക്ക് മതിയായ തരത്തിലുള്ള കൃത്യമായിട്ടുള്ള കൂലികളോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ അനുവദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്ട്രൈക്കുകളോ യൂണിയൻ നേതാക്കളൊക്കെ നേതൃത്വത്തിലൊക്കെ സംഘടിപ്പിക്കേണ്ട ഒരു ആവശ്യകതയൊന്നും വരില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. The work of all the workers is affected by their working age, education, family, social background, psychological factors, skills, culture, attitude towards work of the others, etc. Okay, നമുക്കറിയാം ജോലിയിൽ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലെ. ജോലിയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതായത് വർക്കേഴ്സിന്റെ ഒക്കെ ആണെങ്കിൽ വർക്കിംഗ് ഏജും എഡ്യൂക്കേഷനും ഫാമിലിയും അതേമാതിരി തന്നെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുകൾ, സാമൂഹിക പശ്ചാത്തലങ്ങൾ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറെ ഘടകങ്ങളുണ്ട്. അവരവരുടെ കഴിവുകളുണ്ട്, അവരുടെ അല്ലെ സംസ്കാര രീതികളുണ്ട്, മനോഭാവങ്ങളുണ്ട്, എല്ലാം അല്ലെ എല്ലാം തന്നെ ഈ ഒരു വർക്കിനെ എഫക്ട് ചെയ്യും, ജോലിയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. നമുക്കറിയാം ഒരു കമ്പനിയൊക്കെ ആകുമ്പോൾ അവർക്ക് അവരുടേതായ അല്ലെ ഏജ് അനുസരിച്ചിട്ടുള്ള ഒരു പരിഗണനയൊക്കെ കൊടുക്കണം അല്ലെ. അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ആണെങ്കിൽ അതുപോലെ മാനിക്കേണ്ടതൊക്കെ ഉണ്ട് അല്ലെ. അങ്ങനെ വരാതുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമല്ല എങ്കിൽ അവരതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിയനെ സമീപിക്കും ഇല്ലേ. സമീപിക്കും അല്ലെ. സ്വാഭാവികമായ കാര്യമാണ്. അവർ ഏജ്ഡ് ആണ്, അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ വന്ന ഫ്രഷേഴ്സിനെ കൂടുതൽ പരിഗണിക്കുകയും അവരെയൊക്കെ തടഞ്ഞു ഇടുന്ന ഒരു അവസ്ഥയൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ രംഗത്തിറങ്ങും അല്ലെ. അവരുടെ ആവശ്യങ്ങളൊന്നും കമ്പനി അംഗീകരിച്ചില്ലെങ്കിൽ ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ അല്ലെ. നിലവിൽ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ലെ പുതിയ ന്യൂ ജനറേഷനൊക്കെ വരുമ്പോഴേ ഇവരൊക്കെ തടയുന്ന അവസ്ഥകൾ ഉണ്ടായെങ്കിൽ കേസ് ഫാമിലി, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഘടകങ്ങളും ഈ ഒരു വലിയ വലിയ കമ്പനി ആകുമ്പോൾ അതിൽ ഡിപ്പെൻഡബിൾ ആണ്. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ ഇഷ്യൂസിനും നമുക്കറിയാം പരിഹരിക്കാനായിട്ട് കേസ് നമുക്ക് ചർച്ചയോടെ പരിഹരിക്കാനായിട്ട് സാധിക്കാതെ വരുമ്പോഴാണ് പല കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവര് ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്ത് കാര്യങ്ങൾ സാധിക്കുന്നത്. Then workers always strive for the improvement in the terms and conditions of their job. ഓക്കെ, എല്ലാ വർക്കേഴ്സും നമുക്കറിയാം അവിടെ തുടക്കം മുതലുള്ള വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അവര് പരമാവധി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അല്ലെ പരമാവധി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടേതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിനനുസരിച്ചിട്ട് തന്നെ മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. Then that is why the start negotiating with the top management of the company and express their grievances. The workers also demand a share in the power of management as far as the decision making is concerned.
ഓക്കെ, നമുക്കറിയാം അവര് ഒരുപാട് അങ്ങനെ എന്താണ് പ്രശ്നങ്ങളൊക്കെ പരമാവധി പരിഹരിക്കാനായിട്ടുള്ള ശ്രമം നടത്തും. അവരുടേതായിട്ടുള്ള രീതിയിൽ കഠിനാധ്വാനത്തോട് കൂടിയിട്ടൊക്കെ അവരെ കമ്പനി മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും അല്ലെ. അതേസമയം എന്താണ് അധികാരികൾ അവർക്ക് ഒരു പങ്ക് അല്ലെ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. കാരണം ഒരുപാട് ടൈമൊക്കെ നേരത്തെ കൂടിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മതിയായ കൂലിയോടൊപ്പം തന്നെ ചില ഡിസിഷൻ കാര്യങ്ങളിലൊക്കെ പവറും കൂടി അവർ ആഗ്രഹിക്കും അല്ലെ. The workers also demanded a share in the powers of management as far as decision making is concerned. In case നമുക്കറിയാം അവർ കൂലി മാത്രമല്ല അല്ലെ, ആ ഒരു കമ്പനിക്ക് ഉണ്ടാവുന്ന നേട്ടം അവരുടെയും കൂടി അധ്വാനത്തിന്റെ പരിണിത ഫലമാണ് അല്ലെ. ആ ഒരു മാനസികമായിട്ടുള്ള കാര്യം കൂടി അവരെടുത്ത് പറയും അല്ലെ. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിലും ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു പങ്കാളിത്തം വേണമെന്ന് അവർ ആവശ്യപ്പെടും. നമുക്കറിയാം പഴയ ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെ പുതിയ ജനറേഷനെ മാത്രം മാനേജ് കൊണ്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങളിലൊന്നും ഇവർ പങ്കാളി ആവാത്തത് കൊണ്ടാണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളൊക്കെ മാനേജ്മെന്റ് എടുക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ഏജ് അല്ലെ അവരുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ പങ്ക് വേണമെന്ന് തീർച്ചയായിട്ടും അവർ അവകാശപ്പെടും. ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞ ചെറിയൊരു കമ്പനി എന്നല്ല കേട്ടോ, വലിയ ബിഗ് ഫേം ഒക്കെ ആകുമ്പോഴാണ് അവരുടെ ആധിപത്യം അല്ലെ, അവരുടെ എംപ്ലോയേഴ്സിന്റെ ആധിപത്യം, അവരുടെ മാനേജ്മെന്റിന്റെ ആധിപത്യം നിലനിർത്തി കൊണ്ടുപോകുമ്പോൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത വ്യക്തികളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ അവരുടേതായിട്ടുള്ള നിലപാടുകളൊക്കെ അല്ലെ അത് ആഗ്രഹിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആവുന്നല്ലേ? ഓക്കെ. The workers also demanded a share in the powers of management as well as a decision making in a concerned. Okay. അപ്പൊ ആ മാനേജ്മെന്റിലൊക്കെ ഓക്കെ ക്ലിയർ ആണെന്ന് പറയുന്നു. നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ഒരു അല്ലെ ഡിസിഷൻ മേക്കിങ്ങിലും ഒരു പങ്കാളിത്തം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. In this regard, trade union play an important role as they help in protecting the workers' economic interest. Okay. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലാണ് എങ്കിലും അല്ലെ പലതരത്തിലും വർക്കേഴ്സിനെ എന്താണ് ഇത്തരത്തിലുള്ള ട്രേഡ് യൂണിയന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം ഇവർക്ക് ചിലപ്പോ അവരോടൊപ്പം തന്നെ ഫൈറ്റ് ചെയ്യാനായിട്ട് അല്ലെ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ചിലപ്പോൾ മാനേജ്മെന്റിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ടൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു സാമ്പത്തിക കാര്യങ്ങളൊക്കെ എന്താണ് ഇനിഷ്യേറ്റീവായിട്ട് യൂണിയന്റെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയൻ ആയിരിക്കും ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. They do so by collective bargaining and also by using political and economic tactics to pressurize the management of the company. ഓക്കെ, അപ്പൊ നമുക്കറിയാം അവർക്ക് എന്താണ് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടാണെങ്കിലും അല്ലെ വിലപേശാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടീവും പ്രദാനം ചെയ്യുന്നത് ട്രേഡ് യൂണിയനുകളായിരിക്കും. നമുക്കറിയാം നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഈ ഒരു കാലഘട്ടത്തിനൊക്കെ പ്രിഫർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജനറേഷൻ അല്ലെ ആ ഒരു കാലഘട്ടം ആകുമ്പോൾ ചിലപ്പോ ചില ഏജിന്റേതായിട്ടുള്ള സംസ്കാര രീതികളുടേതായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ ട്രേഡ് യൂണിയന്റെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. ചിലപ്പോ അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് അല്ലെ മാനേജ്മെന്റിന് നേരിടാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ എക്കണോമിക്കും സാമ്പത്തികപരമായിട്ടും സപ്പോർട്ട് ചെയ്ത് അവരോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നത് ട്രേഡ് യൂണിയനുകളായിരിക്കും. ദെൻ അങ്ങനെയാണ് മാനേജ്മെന്റിനെതിരായിട്ട് അവര് പ്രഷർ നടത്തി അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. Then trade union believes that they are a part of the organization as it is a subsystem that help to fulfill the interest of a certain groups, that is workers.